എന്താണ് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം? അപ്പോൾ ഇന്റർനെറ്റിന്റെ ഫോൺ ബുക്കാണ് DNS എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ നോക്കാം. നമുക്കൊരു ഡൊമൈൻ നെയിം നമ്മൾ ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ പേജ് തന്നെ ലോഡായി നമ്മുടെ മോണിറ്ററിനകത്ത് ഡിസ്പ്ലേ ആയി കാണുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജ് നമുക്ക് ലോഡ് ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസറിൻ്റെയും അതേപോലെ ആ വെബ് പേജ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സെർവറിൻ്റെയും നടുവിൽ നിന്ന് ഒരു മിഡിൽ മാൻ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് ഈ DNS എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു ഡൊമൈൻ നെയിം, അതായത് google.com നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാ, അല്ലെങ്കിൽ pconnect.com, ഇതുപോലെ എന്താണോ നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്നത് ഇത് DNS സെർവറിൽ പോയി DNS കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിച്ച്, അതായത് ആ വെബ് പേജ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സെർവറിന്റെ കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിച്ച് നമ്മുടെ ബ്രൗസറിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുതരും. നമുക്ക് ആ വെബ് പേജ് വിസിബിൾ ആവും. അപ്പോൾ DNS ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്ത്? ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിംസിനെ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള IP അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് വെബ് പേജ് ആണോ ആവശ്യം അത് ബ്രൗസറിൽ ലോഡ് ആക്കും. അതാണ് DNS ചെയ്യുന്നത്. അപ്പോൾ DNS എങ്ങനെയാണ് ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? IP അഡ്രസ് എന്താ? IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിനകത്ത് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് IP അഡ്രസ്. ഡൊമൈൻ നെയിം എന്താ? ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IP അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു റീഡബിൾ ആയിട്ടുള്ള നെയിം. ഒരു ഡൊമൈൻ google.com നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജ് ഹോസ്റ്റ് ചെയ്യുന്ന സെർവറിന്റെ IP അഡ്രസ്സ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആയി കൺവേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പേജ് നമ്മുടെ ബ്രൗസറിൽ എത്തിക്കുന്ന ഈ ഇത്രയും പ്രോസസ്സിനെയാണ് DNS റെസൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഈ DNS റെസൊല്യൂഷന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡൊമൈൻ നെയിം നമ്മുടെ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യും. example.com www.example.com അല്ലെങ്കിൽ google.com നമുക്ക് ആവശ്യമായിട്ടുള്ള ഡൊമൈൻ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രൗസർ ആദ്യം എന്ത് ചെക്ക് ചെയ്യും? ഇഫ് അത് നമ്മുടെ ക്യാഷിനകത്ത് ഇതിന്റെ IP അഡ്രസ് ഉണ്ടോ, ഓൾറെഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ മുന്നേ ഒരു വെബ് പേജ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷിനകത്ത് ഓൾറെഡി ആ IP അഡ്രസ് സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ക്യാഷാ? ബ്രൗസറിന്റെ ക്യാഷ്, അല്ലെങ്കിൽ OSന്റെ ക്യാഷ്, അല്ലെങ്കിൽ റൗട്ടറിന്റെ ക്യാഷ്, ഇവിടെ എവിടെയെങ്കിലും IP അഡ്രസ് ഉണ്ടോന്ന് ബ്രൗസർ ആദ്യം ചെക്ക് ചെയ്യും. IP അഡ്രസ് ക്യാഷിനകത്ത് സ്റ്റോർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെബ് പേജ് ലോഡ് ആയി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ DNS റിസോൾവർ അവിടെ വരും. എന്നിട്ട് DNS റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കാൻ പോവാം. അപ്പൊ ആദ്യം അതിന് വേണ്ടിയിട്ട് DNS റിസോൾവർ അത് റിസോൾവർ സർവീസിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ DNS, ക്ലൗഡ്ഫ്ലയർ, ഇതൊക്കെ. ഈ പബ്ലിക് DNS റിസോൾവേഴ്സിന്റെ IP അഡ്രസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മൊബൈൽ ഡാറ്റ ആയിട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ISP ഓട്ടോമാറ്റിക്കലി നമുക്കൊരു DNS റിസോൾവറിനെ അസൈൻ ചെയ്യും. ഇനി റിസോൾവറിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ് ഫൈൻഡ് ചെയ്യണം. അതിന് അടുത്തതായിട്ട് റിസോൾവർ റൂട്ട് DNS സെർവേഴ്സിന്റെ അടുത്ത് റിസോൾവർ പോയി ചോദിക്കും, എവിടെയാണ് .com സെർവേഴ്സ്, അതായത് നമ്മൾ എക്സാമ്പിൾ കൊടുത്ത നമ്മൾ സെർച്ച് ചെയ്ത ആ ഡൊമൈനിന്റെ എക്സ്റ്റൻഷൻ, അപ്പൊ അതിന്റെ സെർവേഴ്സ് എവിടെയാണ് എന്ന് റിസോൾവർ റൂട്ട് DNS സെർവേഴ്സിനോട് ചോദിക്കും. അപ്പൊ റൂട്ട് റിപ്ലൈ ചെയ്യും, ഇതാ ഇവിടെയാണ് ഈ TLD സെർവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. .com അല്ലെങ്കിൽ .in അല്ലെങ്കിൽ .org ഇങ്ങനത്തെ എക്സ്റ്റൻഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് TLD സെർവേഴ്സ് ആയിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ റിസോൾവറിന്റെ കയ്യിൽ ഇപ്പോൾ ആ TLD സെർവേഴ്സിന്റെ ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ റിസോൾവർ നേരെ TLD സെർവേഴ്സിലേക്ക് പോയിട്ട് TLD സെർവേഴ്സിനോട് ചോദിക്കും,
എവിടെയാണ് ഓതോറിറ്റേറ്റീവ് DNS സെർവേഴ്സ്, അതായത് നമ്മൾ കൊടുത്ത ഡൊമൈൻ നെയിമിന്റെ ഓതോറിറ്റേറ്റീവ് ആയിട്ടുള്ള DNS സെർവേഴ്സ് എവിടെയാണ്? TLD സെർവേഴ്സ് ആണ് നമ്മുടെ ഓതോറിറ്റേറ്റീവ് സെർവേഴ്സിന്റെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആള്. TLD നെയിം സെർവർ ഡീറ്റെയിൽസ് റിപ്ലൈ ചെയ്യും. നെയിം സെർവർ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡൊമൈൻ, ആ ഡൊമൈൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNS സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഈ DNS സെർവേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഈ നെയിം സെർവർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. അങ്ങനെ റിസോൾവറിന് ഓതോറിറ്റേറ്റീവ് DNS സെർവറിന്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആക്ച്വൽ DNS റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ആക്ച്വൽ DNS റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫൈനൽ പീസ് ഓഫ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വറി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡൊമൈൻ, ആ ഡൊമൈനിന് കിട്ടേണ്ട, നമുക്ക് തിരിച്ചു കിട്ടേണ്ട ആൻസർ, അത് ഈ ആക്ച്വൽ DNS റെക്കോർഡിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു A റെക്കോർഡിന് വേണ്ടിയിട്ട് ഇവർ സെർച്ച് ചെയ്യും. A റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് റെക്കോർഡ് അല്ലെങ്കിൽ DNS റെക്കോർഡ്. അപ്പൊ നമ്മുടെ ഡൊമൈൻ നെയിമിനെ ഒരു IPv4 അഡ്രസ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു അഡ്രസ് റെക്കോർഡാണ് A റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ, ഇതാണ് A റെക്കോർഡിന് എക്സാമ്പിൾ. നമ്മുടെ ഡൊമൈൻ നെയിമിനെ ഒരു IP അഡ്രസ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു A റെക്കോർഡിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും ഈ ആക്ച്വൽ DNS റെക്കോർഡിനകത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ കൊടുത്തിട്ടുള്ള ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് കിട്ടും. ഇനി IP അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? റിസോൾവർ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള IP അഡ്രസ്സിനെ തിരിച്ച് നമ്മുടെ ഡിവൈസിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ബ്രൗസറിന് എന്തറിയാം? IP അഡ്രസ് അറിയാം. അപ്പൊ ബ്രൗസർ ഇനി എന്ത് ചെയ്യും? നമ്മൾ ഫ്യൂച്ചറിൽ ഈ ഒരു വെബ്സൈറ്റ് പെട്ടെന്ന് ലോഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസർ IP ആയിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ബ്രൗസർ ഒരു HTTP റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ ലോഡായി വരും. അപ്പൊ ഇത്രയാണ് DNS റെസൊല്യൂഷനകത്ത് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് DNS ചെയ്യുന്നത്. ബ്രൗസറിൽ നമ്മൾ വേണ്ട ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. DNS റിസോൾവർ റൂട്ടിനോട് ആസ്ക് ചെയ്യും TLD ഏതാ. അപ്പൊ TLD ഓതോറിറ്റേറ്റീവ് DNSന്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. ആ ഓതോറിറ്റേറ്റീവ് DNSനകത്ത് ആക്ച്വൽ DNS റെക്കോർഡ് ഉണ്ടായിരിക്കും. ആക്ച്വൽ DNS റെക്കോർഡിനകത്ത് നമുക്ക് IP അഡ്രസ് കിട്ടും. IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് നമ്മുടെ കയ്യിൽ ലോഡായി കിട്ടും. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ വിക്കിപീഡിയ www.wikipedia.org എന്നുള്ള ഈ ഒരു ഡൊമൈൻ നെയിം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ റിസോൾവർ ക്യാഷ് ചെക്ക് ചെയ്യും. ക്യാഷിനകത്ത് ഉണ്ടോ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ റിസോൾവർ റൂട്ടിനോട് ചോദിക്കും എവിടെയാണ് .org. അങ്ങനെ നമുക്ക് TLD സെർവറിന്റെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. TLD സെർവർ പിന്നെ ഓതോറിറ്റേറ്റീവ് സെർവർ ആ IP അഡ്രസ് റിപ്ലൈ ചെയ്യും. അതായത് ഓതോറിറ്റേറ്റീവ് സെർവറിന്റെ അകത്ത് നമുക്ക് IP അഡ്രസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കിട്ടും. അങ്ങനെ ബ്രൗസർ നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റ് ലോഡ് ചെയ്ത് നമ്മുടെ കയ്യിലെത്തും. അപ്പൊ ഇത്രയാണ് DNS സെർവറിനകത്ത്, DNS റെസൊല്യൂഷനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്.